നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺവാസ്തവൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മാറാരോഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഡയബറ്റീസ് പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഈ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ കഴിയും, വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5 ടെക്നിക്സ് ഞാൻ പറയാം. ഇത് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ 5 കാര്യങ്ങളാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അപ്പോൾ സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ മുതൽ അസ്തമിക്കുന്നത് വരെ ഉള്ള ടൈമിൽ വേണം നമ്മുടെ ഡെയിലി ലൈഫ് ചിട്ടപ്പെടുത്താനായിട്ട്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ കോശങ്ങളും നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയാണെങ്കിലും നമ്മുടെ ഗ്രന്ഥികളൊക്കെ ഒരു ഉറക്കത്തിൻ്റെ മോഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ ഉണർവ് ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് ഷട്ട് ഡൗൺ ആവും. പിന്നീട് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ടോക്സിനായി മാറുകയുള്ളൂ. നമുക്കതൊരിക്കലും ഗുണം ചെയ്യില്ല. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മോഷൻ ഉള്ള, അതായത് നമ്മുടെ ചലനം എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മരമോ അല്ലെങ്കിൽ ചെടിയോ ഒന്നും. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിൽ ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ശരീരം ഒന്ന് അനക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഓക്സിജൻ എത്തുകയുള്ളൂ. അതേപോലെ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചലനം അത്യാവശ്യമാണ്. പിന്നെ അടുത്ത എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മളുടെ ലോകത്ത്, നമുക്ക് ചുറ്റുമുള്ള ലോകം, അതായത് നമ്മുടെ കുടുംബമാകട്ടെ നമ്മുടെ സമൂഹമാകട്ടെ, അവിടെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും അവരുടേതായ വീക്ക്നെസ്സുകളും പ്രശ്നങ്ങളുമുണ്ട്. അപ്പം ഒരാളുടെ തെറ്റ് കാരണം ചിലപ്പോൾ നമ്മളും കൂടെ അതിൻ്റെ ഫലം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കാറുണ്ട്. അത് വീട്ടിലായാലും ശരി, വെളിയിലായാലും. അപ്പം നമ്മൾ എടുക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, മിനിമം പരിക്കുകളോടുകൂടി ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമുക്ക് ഒരുപാട് എനർജി എക്സ്പെൻഡിച്ചർ ഇല്ലാതെ, നമുക്ക് കൂടുതൽ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം, അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. 5-മത്തേന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഡയറ്റാണ്. അപ്പം നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ ഒരു ഡയറ്റ് എന്ത് കഴിക്കണമെന്ന് ആലോചിക്കും. ഡയബറ്റീസ് ആണെങ്കിൽ ഉടൻ മധുരം നിർത്തിവെക്കുക, പ്രഷറാണെങ്കിൽ ഉടൻ കൊഴുപ്പ് നിർത്തിവെക്കുക, കൊളസ്ട്രോൾ ആണെങ്കിൽ കൊഴുപ്പ് നിർത്തിവെക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഡയറ്റിലേക്ക്. അപ്പോൾ ഈ ഡയറ്റ്, നമ്മൾ ഒരു രോഗം വന്നാൽ മാത്രമാണ് നമ്മൾ ഡയറ്റ് അന്വേഷിക്കുക. പക്ഷേ ചിലർ പറയും കൊളസ്ട്രോളും ഫാറ്റ് മാത്രം കഴിച്ചാൽ ഡയബറ്റീസ് മാറും, പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ ഡയബറ്റീസ് മാറും. ചിലർ പറയും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്താലും നമുക്ക് അസുഖം മാറുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആരെടുത്ത് നമ്മൾ ചോദിക്കും ശരിക്കുള്ള ഡയറ്റ് നമ്മുടെ ശരീരത്തോട് തന്നെ ചോദിക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളായി മാറുകയാണ്. ഇപ്പം നമ്മളൊരു മാങ്ങ കഴിച്ചാൽ അത് മാങ്ങ നമ്മളായി മാറുകയാണ് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ. അപ്പം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ബുദ്ധി ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആയി മാറുന്ന ഈ ഭക്ഷ്യവസ്തുക്കളെ നമ്മൾ അത്രത്തോളം ഗൗരവത്തോടു കൂടിയും ശ്രദ്ധയോടുകൂടിയും വേണം നമുക്ക് ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് ആയി മാറുകയാണ്. അവനവൻ്റെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഇന്നലെ പ്രവർത്തിച്ച അതേപോലെ അല്ല എൻ്റെ ശരീരം ഇന്ന് പ്രവർത്തിക്കുന്നത്.
ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് 3 ദോശ വിശന്നു അന്ന് വിചാരിച്ചിരുന്ന എനിക്ക് അങ്ങനെ വിശക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ദോശ വിശക്കത്തുള്ളൂ, അപ്പം മടുക്കും. അല്ലെങ്കിൽ ചിലപ്പം ഒട്ടും വിശപ്പ് കാണത്തില്ല ചില ദിവസങ്ങൾ. രാവിലെ വെള്ളം മാത്രം കുടിച്ചാൽ മതിയെന്ന് തോന്നും. അങ്ങനെ ആ തോന്നലിനെ നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കണം. അപ്പം നമ്മൾ ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്കറിയാം അത് വേണമോ വേണ്ടയോ, എനിക്കിന്ന് വേണമോ വേണ്ടയോ. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ തുടരുത്, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് രക്ഷപ്പെടുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരില്ല എന്ന് ഉറപ്പിക്കാം. വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും കഴിയും. വേറെ ഒരു ഡോക്ടറുടെയും സഹായം വേണ്ട. ഈ സിമ്പിളായിട്ട് ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ 21 ദിവസം ചെയ്ത് നോക്കൂ. എന്നിട്ട് ഓരോ ആഴ്ച കഴിയുമ്പോഴും നിങ്ങൾക്കുണ്ടായിരുന്ന വ്യതിയാനങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടും, 2 നിങ്ങൾക്ക് ചുറ്റുമുള്ള ധാരാളം പാവങ്ങളുണ്ട്, അവർ രക്ഷപ്പെടും. ഇത് കണ്ടിട്ട് അവരും ചെയ്തു നോക്കട്ടെ, രക്ഷപ്പെടട്ടെ. ഒരു വലിയ കാര്യമാണ്, നമുക്ക് പൈസ ഒന്നും ചിലവില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സമൂഹത്തിന് പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.